ഒരു സ്ത്രീ, അതാണ് 12. അപ്പൊ ചിലർ പറയുന്നത് 13 വിഷയം, 12 അമ്മാമയാണ്. തന്നെയല്ല, ഞാനെപ്പോഴും പറയും വെളിപ്പാട് പുസ്തകത്തിൽ പ്രധാനമായിട്ട് 4 പെണ്ണുങ്ങളാണ്. മിക്ക സഭയിൽ ഉടക്കുണ്ടാക്കുന്ന 4 ഒന്ന് കുഞ്ഞമ്മ എന്നുള്ള പേരുള്ളതാ കുറച്ചുകൂടെ. പിന്നെ എല്ലാവരും അല്ലെങ്കിലും കുഞ്ഞമ്മ, കുഞ്ഞുഞ്ഞമ്മ ആശ്രയിക്കുന്നു എന്തോ. പിന്നെ ചിന്നമ്മ, മേരി അത്ര പുറകോട്ട്. വെളിപ്പാട് പുസ്തകത്തിൽ 4 സ്ത്രീകളുണ്ട്. അല്ലെ, ഒന്നാമത്തെ ഒരു സ്ത്രീയാണ് ഇസബേല്. 2-ാം അധ്യായത്തിലുണ്ടോ ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ? ആ അമ്മാമയുടെ വിശേഷത പാസ്റ്റർമാർക്ക് ക്ലാസ് എടുക്കുന്ന അമ്മാമയാണ്. വായിച്ചേ. ഓ, ആ 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യമായില്ലേ, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും. അതാ അമ്മാമയുടെ ശുശ്രൂഷയാടാ. പാസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കുക. അല്ലെ, നീ മിണ്ടായിരുന്നോണം. ക്ലാസ് എടുത്തോ, അത് സഹോദരിമാർക്ക് ക്ലാസ് എടുത്തോണം. മിണ്ടുന്നില്ലല്ലോ. ആകെ 2 സ്തോത്രം പറഞ്ഞു കൊണ്ടിരുന്ന നിങ്ങൾ ആ വഴി ഞാൻ അടച്ചു. അതുകൊണ്ട് നിങ്ങളെങ്കിലും സഹോദരിമാരുടെ യോഗങ്ങൾക്ക് നിങ്ങൾ പ്രസംഗിക്കുകയോ കയ്യും കാലും എടുത്ത് ഒക്കെ ചെയ്തോ. പക്ഷേ സഭയുടെ നടത്തിപ്പുകാരും ശുശ്രൂഷകന്മാർക്ക് ക്ലാസ് ഇപ്പൊ എടുക്കണ്ട. ക്ലാസ്സൊക്കെ അറിയാം, ക്ലാസ്സിലൊക്കെ ഉണ്ട്. അവിടെ വെള്ളം ഒഴിച്ചു കുടിച്ചാൽ പിന്നാൻ മതി. ചിലരുടെ മുഖം വല്ലാതാകുന്നു. ഞാൻ കാണും, ഇരുട്ടാന്നല്ല എനിക്ക് കാണാം. പിന്നെ എനിക്ക് കാഴ്ചപ്പാടൊക്കെ ഉള്ള കാണാം. എന്റെ ദാസന്മാരെ ഉപദേശിക്കാം. ഒന്നോട് വായിച്ച കർത്തദാസനെ. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞു. പ്രവാചക അല്ല, പുള്ളിക്കാരി അങ്ങ് പ്രവചനമാണ്. രാവിലെ ഒരു ബാഗ് വാട്ടറിന്റെ എവിടെ ശുശ്രൂഷയുണ്ട്, എവിടെ ശുശ്രൂഷ, ഇന്നിവിടെ ശുശ്രൂഷ, പന്തപ്പുഴ. നാളെ എവിടെ ശുശ്രൂഷ, ഉന്നതാനം. മറ്റന്നാൾ എവിടെ അമ്മാമയ്ക്ക് കൊടമരുട്ടി. ഇല്ല, ഈ ഏരിയ വേണ്ടി പറയാം. സ്തോത്രം. വെള്ളിയാഴ്ചയോ വീട്ടിച്ചോ എന്ന് ശുശ്രൂഷ. ഭർത്താവിനെ ഞാൻ ധരിക്കുകയല്ല, വീട്ടിൽ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യത്തില്ല. എല്ലാവരുടെ കാര്യമല്ലേ. ഭർത്താവിനെ അനുസരിച്ചും ബഹുമാനിച്ചും ശുശ്രൂഷിച്ചും കുടുംബകാര്യം നോക്കി നന്നായി ശുശ്രൂഷ ചെയ്യുന്ന മാന്യ കർത്തദാസിമാരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ഈ കുത്തടിഞ്ഞ കുറെ എണ്ണമുണ്ട്. കുഴ തെറ്റിയതും രാവിലെ അങ്ങ് ഇറങ്ങി ഒരു കട്ടപ്പുറത്ത് മുണ്ടിയിരിക്കുമ്പോൾ ഒരു വായുവായിട്ട് ഇങ്ങനെ പുള്ളിങ്ങോട്ടിലേക്ക് പോകുന്നതാണ്. പുള്ളി പറഞ്ഞ് മോളി ഒരു കാപ്പി, പിന്നെ കൂപ്പി. ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴാ എന്നാ തന്നെ അങ്ങനെ ഒരു കൂപ്പി. പിന്നെ അവള് പോകുന്ന നോക്കി ഇങ്ങനെ എന്നിട്ട് അവൻ എവിടെ പാടില്ല എന്ന് വരും എപ്പോൾ വരും. എന്റെ ദാസന്മാരെ തെറ്റിച്ച് കളയുക, അവർക്ക് ക്ലാസ് എടുക്കുക. ദൈവത്തിന്റെ മകൾ. ഒന്നുകൂടെ വായിച്ചു. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞു. പ്രവാചകി അല്ല, പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും. അതാ മെയിൻ വിഷയം. സ്തോത്രം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതിനെ വിഗ്രഹാർപ്പിതം തിന്നാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും രക്ഷിച്ചുകളയും ചെയ്യുന്നു ഇസബേൽ എന്ന സ്ത്രീയെ അനുവദിക്കരുതെന്ന പുസ്തകത്തിലെ പ്രമാണം. മാന്യമായിട്ടും യോഗ്യമായിട്ടും ഒക്കെ ശുശ്രൂഷ ചെയ്യുന്ന മാന്യ വനിതകൾ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം, അവരെ അവൻ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണം. എന്നാൽ പൗലോസിന്റെ ഭാഷ പറഞ്ഞ മെനക്കെട്ട് നടക്കുന്ന ചിലതുണ്ട്, അത് അനുവദിച്ചു കൊടുക്കരുത്. ദൈവത്തിന് മഹത്വം. ആ ഭാഗം വിട്ടേക്ക്. അപ്പൊ 1-ാമത്തെ സ്ത്രീ ഇതാണ്. 2-ാമത്തെ സ്ത്രീയാണ് മുമ്പേ വായിച്ച സൂര്യനെ അണിഞ്ഞ അമ്മ. വായിച്ചേ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. അപ്പൊ തന്നെ ആള് മൂപ്പാണെന്ന് നമുക്ക് മനസ്സിലായി. സൂര്യനെ അണിഞ്ഞ സ്ത്രീ അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ട്